നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ ഒരു പ്രോപ്പർട്ടി കാണാൻ വേണ്ടിയാണ്. ഇത് കണ്ടോ, ഇവിടെ ഇപ്പോൾ ആരും താമസിക്കുന്നില്ല. ഇത് റിനോവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നല്ല രസമുള്ളൊരു സ്ഥലം, ഹോം സ്റ്റേ ആണ്. ഇതേപോലെ കുറേ ഹോം സ്റ്റേ ഉണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 10-12 എണ്ണം ഉണ്ട്. നേരെ ഇറങ്ങിപ്പോകുന്നത് കടലിലേക്കാണ്. ഈ പ്രോപ്പർട്ടി ഇവർ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് കൊറോണയ്ക്ക് മുമ്പ് നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഹോം സ്റ്റേ ആണ്. പക്ഷേ കൊറോണയ്ക്ക് ശേഷം അവർ പിന്നെ റീ ഓപ്പൺ ചെയ്തിട്ടില്ല. മെയിൻ്റനൻസ് വർക്ക് ചെയ്യാനുണ്ട്. നല്ല രസമുണ്ട്. ഇവിടുന്ന് നേരെ കാണുന്നത് കടലാണ്. ഇവിടെ ഇപ്പോൾ ഒരു 2-3 കോട്ടേജസിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഈ 3 എണ്ണത്തിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട്. ഈ ബീച്ചിനോട് ചേർന്നിട്ട് തന്നെ ഒരു കായൊക്കെ ഇതാ അവിടെ വെച്ചിരിക്കുന്നു. ആഹാ, എന്ത് രസമാണ്, നല്ല രസമുള്ളൊരു സ്ഥലം. ഈ പ്രോപ്പർട്ടി ഇവർ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ വിലയും കാര്യമൊക്കെ ഞാൻ എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഉണ്ട്. കാങ്ങിൻ്റെ 2 ഫ്രണ്ട്സ് ഇരിക്കുന്നുണ്ട്. വേണ്ട, ആഹാ, നല്ലൊരു സ്വിമ്മിംഗ് പൂളും നല്ല രസമുള്ളൊരു പ്രോപ്പർട്ടി. അധികം വീതിയൊന്നുമില്ല, ഇത് നീളത്തിലാണ് ഉള്ളത്. അതായത് ഒരു 50 മീറ്റർ കൂടെ ഉണ്ടാവില്ല വീതി. ഒരു 30 മീറ്റർ എങ്ങനെ വീതി ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. നേരെ വന്നിറങ്ങുന്നത് ബീച്ചിലേക്ക്. ഇവിടെ ഒരു ബദാമിൻ്റെ മരമുണ്ട്, ആൽമണ്ടിൻ്റെ. അവിടെ കടലിലേക്ക് ചെറിയൊരു പാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഫിഷിംഗ് ബോട്ടിനും മറ്റുമൊക്കെ. അവിടെ കുറേ ഫിഷിംഗ് ബോട്ട് കിടക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ എന്ത് രസമാണ് ഇവിടുന്ന്. പൊളിച്ചു. ഇവിടെ ഊഞ്ഞാലുണ്ട്, ആട. ഈ ബീച്ചിൽ നിന്ന് നോക്കുമ്പോൾ പ്രോപ്പർട്ടീൻ്റെ വ്യൂ ആണിത്. നല്ല രസമുള്ളൊരു പ്രോപ്പർട്ടി. അതിൻ്റെ വിലയും കാര്യമൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. എത്ര ഏരിയ ഉണ്ട്, എങ്ങനെയാണ് അതിൻ്റെ ഡീലിങ്സ് എന്നൊക്കെ ഉള്ളത്. ഇതാണ് ബീച്ച്. ഇപ്പോൾ ലോ ടൈഡ് ആയതുകൊണ്ട് വെള്ളം കുറച്ച് ഇറങ്ങിയിട്ടുള്ളത്. ഈ പ്രോപ്പർട്ടി ഒന്ന് നന്നായിട്ട് റിനോവേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് ഇന്ത്യക്കാരുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നോക്കട്ടെ, അതിനുള്ളിലേക്ക് കയറിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. പറ്റുകയാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. ഞാനിവിടെയുള്ള പ്രോപ്പർട്ടീസ് 2 പ്രോപ്പർട്ടി കാണിച്ചു തരാം നിങ്ങൾക്ക്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വന്നിട്ട് എടുത്തോ. ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാനിത് ലാൻഡ് സെയിൽ ചെയ്യാൻ വേണ്ടി ബ്രോക്കർ പണിയോ അങ്ങനെ ഇത് എടുക്കുന്നൊന്നുമല്ല. കാരണം ഞാൻ ജോലി എന്തെങ്കിലും കണ്ടാൽ ജോലിയുടെ കാര്യം പറയും. എന്തെങ്കിലും ആരെങ്കിലും ഇവിടെ ബിസിനസ്സൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ വന്ന് ബിസിനസ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. എന്തായാലും ഞാൻ യാത്ര ചെയ്യുന്നുണ്ട്, എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഉപകാരം എന്നെക്കൊണ്ട് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വേറെ ഒരു ചിന്തയും എൻ്റെ മനസ്സിലില്ല. ഈ ലാൻഡ് ഇതിൻ്റെ ഓണർ തന്നെയാണ് എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. ഇവരുടെ ഇതാണ് ഈ ലാൻഡ്. ഈ ചുവപ്പ് ഇത് കാണുന്നില്ലേ, ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇതാണ് ബീച്ചാണ്. നോക്ക്,
പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ഉള്ള എല്ലാം കറക്റ്റായിട്ടുള്ള സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആർക്കെങ്കിലും ഇവിടെ ഹോം സ്റ്റേ കോട്ടേജ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ബീച്ച് ഫ്രണ്ടിൽ നല്ലൊരു ഏരിയ ആണിത്. ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് ഇന്ത്യക്കാരൻ്റെ ഒരു വലിയ ഹോട്ടൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ പണി ബാക്കിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഈ ലാൻഡിൻ്റെ ഓണർ തന്നെയാണ് ഈ മുമ്പിൽ നടന്നു പോകുന്നത്. ഇതാ ഇവിടെ ഇത്രയും ദൂരം ഞാൻ നടന്നില്ല. ഇതാ ഇവിടെ ഈ വേലി കണ്ടോ, ഇതാണ് ഈ ലാൻഡിൻ്റെ അതിര്. അതായത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ അതോ അവിടെ കാണുന്ന ആ രണ്ടാമത്തെ മരത്തിൻ്റെ അവിടം വരെ. ഇതിൻ്റെ ഏരിയയും കാര്യവും വിലയൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആരെങ്കിലും വേണമെങ്കിൽ വന്ന് വാങ്ങിക്കോ. എന്നെ അതിൽ ഉൾപ്പെടുത്തൊന്നും ചെയ്യണ്ട, പക്ഷേ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ബാക്കിൽ നേരെ അതിരെന്ന് പറയുന്നത് അപ്പുറത്തുള്ള മെയിൻ റോഡ്, അത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട സൂപ്പറായിട്ടുള്ള സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം. 43 മീറ്ററാണ് ഇതിൻ്റെ വീതി. ലെങ്ത് 400. ഏകദേശം ഒരു 400 മീറ്റർ നീളവും 43 മീറ്റർ വീതിയുള്ള ബീച്ച് ഫ്രണ്ടേജ് കൊസാമു ഐലൻഡിൽ ഇതാണ് സ്ഥലം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓണറെ ഡയറക്റ്റ് വേണമെങ്കിൽ നമ്പർ ഞാൻ തരാം, ഒരു പ്രശ്നമില്ല. എന്നെ ഉൾപ്പെടുത്തൊന്നും ചെയ്യണ്ട. എനിക്ക് ഈ ലാൻഡിൽ കമ്മീഷനും വേണ്ട. പക്ഷേ ആർക്കെങ്കിലും വേണമെങ്കിൽ വന്ന് ബിസിനസ് ചെയ്തോ. ഒരിക്കലും നഷ്ടം വരാത്ത നല്ലൊരു പ്രോപ്പർട്ടി ഇതൊക്കെ. വേറെ ഒരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. ഇവരുടെ തന്നെ 2 പ്രോപ്പർട്ടി ഉണ്ട്. ഞാനിതിപ്പോൾ ആകെ ഈ ട്രാവൽ ബ്ലോഗ് ചെയ്തിട്ട് ഈ പ്രോപ്പർട്ടി വിൽപ്പനയായി പോകുമെന്നുള്ളത് ഒരു സംശയമുണ്ട്. പക്ഷേ ഞാൻ ആർക്കെങ്കിലും ഉപകാരം കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഈ ലാൻഡ് കാണാൻ വേണ്ടി വേറെ യൂറോപ്യൻസും വന്നിട്ടുണ്ട്. അവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ എന്ത് രസമാണെന്നറിയാം. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നല്ലോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇതുണ്ടോ, ഇവിടെ ഒരു കോട്ടേജ് എടുത്തിട്ടാണെങ്കിൽ സൂപ്പറായിരിക്കും. അവരൊക്കെ ഈ ലാൻഡിന്റെ ഭംഗിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ കാണുന്ന ഇതുണ്ട, ഈ കാണുന്ന ഈ ലാൻഡും കൊടുക്കാനുള്ള അവിടെ ഒരു വണ്ടിയൊക്കെയാണ്, നമ്മളെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളത്. ബീച്ച് ഫ്രണ്ടിൻ്റെ തൊട്ടടുത്തുള്ള, ഇപ്പം ഞാൻ കാണിച്ച പ്രോപ്പർട്ടീൻ്റെ തൊട്ടടുത്തുള്ളത് ഈ ലാൻഡും കൊടുക്കാൻ വെച്ചിരിക്കുകയാണ്. ഇതും അതേ സെയിം അളവിലാണുള്ളത്. ബീച്ച് ഫ്രണ്ട്, ബാക്കിൽ റോഡ്. ഇവിടെ ഈത്തപ്പഴത്തിൻ്റെ ഇത് ഈത്തപ്പഴമാണ് കണ്ടോ, ആ കാണുന്നത് ഈത്തപ്പഴമാണ്. അത് ഈത്തപ്പഴം ഉണ്ടായിട്ടുണ്ട്. 2 മരമുണ്ട്, ഒന്നിലേ ഉണ്ടായിട്ടുള്ളൂ, ഒന്നിലില്ല. ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രോപ്പർട്ടീസൊക്കെ ഇപ്പോൾ വാങ്ങിയിടുകയാണെങ്കിൽ, വെറുതെ വാങ്ങിയിട്ടിട്ട് കുറച്ച് വർഷം കഴിഞ്ഞിട്ട് വിൽക്കുകയാണെങ്കിലും നല്ല കാശുണ്ടാക്കാൻ പറ്റും. ഇനി അതല്ല, ഇവിടെ ഞാൻ പറയുന്നത് ഒരു ഹോം സ്റ്റേ കോട്ടേജസ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആ വിചാരിക്കുന്ന അത്ര വിലയൊന്നുമില്ല കേട്ടോ ഈ ലാൻഡിനൊന്നും. അത് മനസ്സിലാക്കുക. ഞാനിത് ആർക്കെങ്കിലും ഉപകാരം എന്നെ കൊണ്ട് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം കാണിക്കുന്നതാണ്. ഈ ലാൻഡിൽ വേറെ ഇപ്പോൾ ഇത് വെറുതെ വാങ്ങിയിട്ടൊന്നൊരു കാര്യമൊന്നുമില്ല കേട്ടോ. ഇതിലൊരു വരുമാനം കിട്ടുമെന്ന് പോകുന്നില്ല. ആകെ ഇവിടെ ഇതുണ്ട ഈ ഉണങ്ങിയ 3-4 തെങ്ങ ഉള്ളത്. എംറ്റി ആയിട്ട് കിടക്കുന്ന ലാൻഡാണ്. അതും നല്ല പരന്ന് കിടക്കുന്ന, ഒന്നും കുത്തി ഇടിക്കാനോ മലയോ ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എനിക്ക് വളരെ പേഴ്സണലായിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ലാൻഡ്. ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് അതുകൊണ്ടോ, അവിടെ കാണുന്ന ആ ബിൽഡിംഗ് ആണ് ഒരു ഇന്ത്യക്കാരൻ്റെതാണെന്നാണ് പറഞ്ഞത്. ഏകദേശം പണി കഴിയാറായി, ഹോട്ടലാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ലാൻഡാണ് ഇപ്പം ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിൽക്കാൻ വെച്ചിട്ടുള്ള ലാൻഡ്. ഇതൊക്കെ ശരിക്കും ഞാൻ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇവരുടെ നമ്പർ തേടിപ്പിടിച്ച് അവരെ വിളിച്ച് അതിൻ്റെ ഓണറെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായി അന്വേഷിച്ചിട്ട് 100% എല്ലാ കാര്യങ്ങളും ഉറപ്പാണെന്നുള്ള കാര്യം ഞാൻ ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ഏതെങ്കിലും ഒരു നമ്പർ കണ്ടിട്ട് ഇതാ ഫോർ സെയിൽ വെച്ചിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടല്ല. ഞാൻ നിങ്ങളെ ഓണറെ ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചില്ലേ. ഞാൻ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ പറയുള്ളൂ.
അല്ലാതെ വെറുതെ എന്തെങ്കിലും ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടൊന്നുമല്ല ഇതൊന്നും ഞാൻ ചെയ്യുന്നത്. ഇവിടെ ഈ കാണുന്ന ഈ ബിൽഡിങ് പണി തീരാത്ത പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇന്ത്യക്കാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു ഇന്ത്യക്കാരൻ്റെതാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, കടത്തി വിടുന്നില്ല. ഹോട്ടലാണ് അവർ പണിയുന്നത്. ഇവിടെ ഒരു സെക്യൂരിറ്റി ഞാൻ ചോദിച്ചപ്പോൾ സമ്മതിച്ചില്ല. ഇതൊക്കെ ഇൻ ഫ്യൂച്ചർ എന്നൊക്കെ പറയുമ്പോൾ കുറേ വർഷങ്ങളൊന്നുമല്ല, അടുത്ത് തന്നെ നല്ല ഡെവലപ്പാകുന്നൊരു ഏരിയ. ഇതാണ് ആദ്യം കാണിച്ച സ്വിമ്മിംഗ് പൂളുള്ള പ്രോപ്പർട്ടീൻ്റെ ഫ്രണ്ടേജ്. ഓക്കെ, ബൈ ബൈ. ഇവിടെ ഒരു വീടുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ? ഒരാൾ താമസിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് അഭിപ്രായം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക്, ഇതിൻ്റെ കോലം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയുള്ളതെന്ന്. ഇതിനുള്ളിൽ താമസിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അയാൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ, ഇദ്ദേഹമാണ് ഇവിടെ താമസിക്കുന്നത്. ഇതിനകത്തൊക്കെ തേനീച്ചകളൊക്കെ ഇയാൾ വളർത്തുന്നുണ്ട്. ഇത് കണ്ട തേനീച്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. തേനീച്ചയുടെ ഒരുപാട് പെട്ടികൾ ഇതേപോലെയുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇത് മാംഗ്രോ ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. ഇത് കണ്ട, ഇപ്പോൾ വെള്ളമില്ല, പക്ഷെ വെള്ളം കയറി വരും കേട്ടോ, നല്ല ഹൈറ്റിൽ. എങ്ങനെയാണ് ഇയാൾ ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളത് ഇതിനുള്ളിലാണ്. ഇയാൾ ഉറക്കവും കാര്യമൊക്കെ. ഇയാളുടെ ഒരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ പരിസരമൊക്കെ നിങ്ങളൊന്ന് കാണാം. ഇവിടെ നിറയെ തേനീച്ച പെട്ടികളുണ്ട്. തേനീച്ച ഇയാൾ വളർത്തുന്നുണ്ട്. പല ടൈപ്പ് ഓഫ് തേനീച്ചകളുണ്ട്. ഇതുണ്ടോ, മാംഗ്രോ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ചെളിയിലാണ് ഞാൻ ചവിട്ടി നിൽക്കുന്നത്. ഹൈ ടൈഡ് വന്നു കഴിഞ്ഞാൽ അത് കണ്ടോ, ക്യാങ്ക് കാണിക്കുന്നത് അത്രത്തോളം വെള്ളം ഉണ്ടാവും. അതായത് ഈ കാല് കണ്ടോ, ഇതിൻ്റെ എത്രത്തോളം വെള്ളം ഉണ്ടാവും ഹൈ ടൈഡ് ആകുമ്പോൾ. ഇയാൾ എപ്പോഴും ഇവിടെ ഒരു റേഡിയോ ഉണ്ട്. ആ റേഡിയോയിൽ പാട്ടും കേട്ട് കണ്ടോ, ഒരു റേഡിയോ അവിടെ കിടക്കുന്നുണ്ട്, അതിൽ പാട്ടും കേട്ടിട്ട് ഇയാൾ ഇവിടെ ഇരിക്കും. എനിക്ക് ഇവിടെ കൊതുക് കടിച്ചിട്ട് ഒരു രക്ഷയില്ല നിൽക്കാൻ. ഇദ്ദേഹം ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല പുറത്തേക്ക്. ഓക്കെ, ബൈ. അദ്ദേഹം ഇവിടുന്ന് എവിടെയും പോവില്ല. അതായത് ആൾക്കാരിൽ നിന്ന്, ജനങ്ങളിൽ നിന്നെല്ലാം വിട്ടുമാറി ഒരു പ്രത്യേക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി. ഇദ്ദേഹത്തെ ആർക്കെങ്കിലും കാണണമെങ്കിൽ ഇവിടെ വന്ന് കാണാം. അദ്ദേഹം ഒരു പ്രശ്നവുമില്ല, സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അദ്ദേഹം ഇവിടുന്ന് പുറത്തേക്ക് പോയിട്ട് ആരെയും കാണുമില്ല, ആരോടിട്ട് സംസാരിക്കുകയില്ല. ഭക്ഷണമൊക്കെ അയാൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ആൾക്കാർ എത്തിച്ചു കൊടുക്കും. അയാൾ കുക്ക് ചെയ്യുകയും ചെയ്യും. എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു ഊഞ്ഞാല് കണ്ടപ്പോൾ ഒന്ന് ആടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൊസാമയിലെ ഒരു ബീച്ചിൽ വന്നിട്ട് ഊഞ്ഞാലാടുന്ന ട്രാവൽ ഡേ നൈറ്റിലെ ഫിറോസ് പൊളിച്ചു ക്യാങ്ങാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. എന്ത് രസമാണെന്ന് പറയാം. നല്ല സുഖമുണ്ട്, നല്ല കാറ്റുമുണ്ട്. ഈ കടലും നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഊഞ്ഞാലില് ഇവിടെ നല്ല രസമുള്ള ഭംഗിയുള്ള ഒരു ബോട്ട് കരക്ക് കയറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഇത് കണ്ടോ, നേരെ അവിടെ കാണുന്നത് കടലും ബീച്ചുമാണ്. ഇവിടെ ഒരു വലിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. കായക്കൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നല്ല രസമുള്ളൊരു അറ്റ്മോസ്ഫിയർ, നല്ല വൃത്തിയായിട്ട്. ഇതുണ്ട് എന്ത് വൃത്തിയായിട്ട് ഈ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെ കടലിൽ നിറയെ ഫിഷിംഗ് ബോട്ടുണ്ട്, മീൻ പിടിക്കുന്ന ബോട്ടുകളാണ് ഇതൊക്കെ. ചില ബോട്ടുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ
പ്രൈവറ്റായിട്ട് ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കടലിലൂടെ അപ്പുറമൊക്കെ ചെറിയ ചെറിയ ഐലൻഡുകളുണ്ട്, അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് കാണിച്ചു തരും. എന്നിട്ട് തിരിച്ചു വരാം. അതിനൊരു എമൗണ്ട് നമ്മൾ കൊടുത്താൽ മതി. ഇവിടെ നല്ലൊരു ആൽമണ്ടിൻ്റെ ട്രീ ഉണ്ട്, അതിലൊരു ഊഞ്ഞാലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്യാങ് അതവിടെ ഇരിക്കുന്നു. ടയർഡായി, ഞങ്ങൾ കുറേ നടന്നു ഈ ബീച്ചിൽ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമല്ല, ക്യാങ്ങിനെ സംബന്ധിച്ച് ക്യാങ്ങിൻ്റെ ചൈൽഡ്ഹുഡ്, അതായത് ചെറുപ്പകാലം ചിലവഴിച്ച ഒരു സ്ഥലമാണിത്. ഞാൻ കാണിച്ചു തരാം. അന്ന് ഈ റെസ്റ്റോറൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് നടക്കാം. അവളെനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഓൾറെഡി. ഈ കാറ് നിൽക്കുന്നില്ലേ, ചുവപ്പ് ഈ വണ്ടി നിൽക്കുന്നില്ലേ, ഈ സ്ഥലത്ത് അവരുടെ വീടുണ്ടായിരുന്നു. ക്യാങ്ങിൻ്റെ അച്ഛൻ, അമ്മ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ് എല്ലാവരും താമസിച്ചുകൊണ്ടിരുന്ന ഒരു വീടുണ്ടായിരുന്നു ഇവിടെ. ഇവിടെ ഒരു നല്ലൊരു മാങ്ങ മരം, മാവുണ്ട്. താഴോട്ടെങ്ങാനും മാങ്ങ ഉണ്ടെങ്കിൽ ഞാൻ പറിക്കും, ഉറപ്പാ. താഴെ ഒന്നും കാണുന്നില്ലല്ലോ. ഇതാ ഇവിടെയായിരുന്നു ക്യാങ്ങിൻ്റെ വീടുണ്ടായിരുന്നത്. അതായത് ഒരു 50 വർഷം മുമ്പെങ്ങാനാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരിവിടുന്ന് പിന്നീട് പോയതാണ് ബാങ്കോക്കിലേക്ക്. ക്യാങ്ങിൻ്റെ കുറേ ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു സ്ഥലമാണിത്. അങ്ങനെ തന്നെ ഇത് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ക്യാങ്ങിൻ്റെ അച്ഛൻ ഇവിടെ അറിയപ്പെടുന്ന ഒരു സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു ആ കാലത്ത്. 19 വർഷം മുമ്പ് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഫാമിലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാങ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അന്നത്തെ ആ പഴയ ആൾക്കാർക്കൊക്കെ ക്യാങ്ങിൻ്റെ അച്ഛനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ക്യാങ്ങിനെ കെട്ടിപ്പിടിക്കുക, കരയുക, കുറേ എന്താ പറയുക, അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ് ഞാനിവിടെ കണ്ടത്. അതിപ്പോൾ എവിടെയായാലും നമ്മളായാലും അങ്ങനെ ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഉണ്ടാവും ഇതേപോലെയുള്ള കുറേ മെമ്മറീസൊക്കെ. ഹലോ, ഇവിടെ ഒരു സീ വ്യൂ റെസ്റ്റോറൻ്റ് ഉണ്ട്. നല്ല രസമായിട്ട് ചെയ്ത, ആഹാ, ഒരു ബാർ ആൻഡ് റെസ്റ്റോറൻ്റാണ്, അടിപൊളി. ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ നല്ല രസം ഉണ്ടാവില്ലേ. ഫുഡോ എന്ത് വേണമെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്യാം. അവിടെ ഒരു ബോട്ട് വന്നത്, എന്താണ്, മീനാണെന്ന് തോന്നുന്നു. ഒന്ന് വെറുതെ വേണമെങ്കിൽ പോയി നോക്കാം അല്ലേ, എന്തെങ്കിലും കാണുകയാണെങ്കിലോ. എന്ത് രസമാണ്. നല്ല മഴക്കാറുണ്ട് കേട്ടോ, കണ്ടോ, നല്ല മഴക്കാറുണ്ട്. ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ കുറേ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ടോയ്ലറ്റ് നല്ല വൃത്തിയുണ്ട്. ഇവിടെ ഇരുന്ന് ആടാൻ ഊഞ്ഞാൽ, ആഹാ, കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങൾ. ബാക്കിലാണെങ്കിൽ നല്ല കാടും. പക്ഷെ പാമ്പിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ ഒന്നും ആരും പാമ്പിനെക്കുറിച്ച് പറയുന്നതോ അല്ലെങ്കിൽ പാമ്പിനെക്കുറിച്ചുള്ള ഒരു പേടി പങ്കുവെക്കുന്നതോ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതുണ്ടോ, ഇവിടെ കാടാണ്. പക്ഷേ ഇപ്പുറത്ത് നല്ല വൃത്തിയാക്കിയിട്ട് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് വെച്ചിരിക്കുകയാണ് ഈ ബീച്ച്. ഇത് കണ്ടോ, പല വിധത്തിലുള്ള ശംഖ്. ഇത് ഇവിടെ ഈ കടലിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നതാണ്. പക്ഷെ നല്ല വിലയുണ്ട് കേട്ടോ ഇതിന്. ഇത് വിൽക്കാൻ വെച്ചതാണ്. 650 ബാത്ത് ഈ ഒരു സാധനത്തിന്. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടത് ഇവിടെ ഇത് കണ്ടോ, ഒരു നല്ല രസമുള്ള കളർ. ഇത് നോക്ക്, ഇതിന് നല്ല വിലയുണ്ട് കേട്ടോ. 1500 ബാത്ത്. ഓ, എന്താ രസം, നല്ല രസമുള്ള കളറ്. പിന്നെ വലിയ ശംഖുണ്ട്, ചെറുതൊക്കെ ഉണ്ട്. ഇത് വേറൊരു സാധനം. ഇതൊക്കെ ഈ കടലിൽ നിന്ന് കിട്ടുന്നതാണ്. ഇവരെന്നിട്ട് അതിനെടുത്ത് പോളിഷ് ചെയ്ത് വിൽക്കുന്നതാണ്. കടലിൽ എന്ന് പറഞ്ഞാൽ ഈ ബീച്ചിലല്ല, കടലിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, മീൻ പിടിക്കുന്നവർ. കുറേ ഐറ്റംസ് ഉണ്ട്. വലിയ ശംഖ് ഇതവിടെ കിടക്കുന്നു, വലിയൊരു ശംഖ് ഉണ്ട്. ഇതെനിക്ക് ഊതാൻ അറിയില്ല, അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് ശബ്ദം വരും, നല്ല ഊന്നുള്ള ശബ്ദം വരും. നല്ല ഇവിടെ ഇപ്പോൾ നല്ല മഴക്കാറുണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. ഈ റോഡിലൂടെ ഒരൊറ്റ സ്പീഡിൽ, അധികം സ്പീഡൊന്നും ഇല്ലാണ്ട്
ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. പുളിമരം, വലിയൊരു പുളിമരം. തെങ്ങാണ് ഇവിടെ കൂടുതലും കൃഷി. കണ്ടോ, തെങ്ങ് എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും. മറ്റുള്ള കൃഷിയൊക്കെ വളരെ കുറവാണ്. വളരെ കുറവല്ല എങ്കിലും മെയിനായിട്ട് തെങ്ങ് തന്നെയാണ്. ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീടുകളൊക്കെ കാണാൻ പറ്റും. റോഡൊക്കെ നല്ല വൃത്തിയുണ്ട്. കുണ്ടും കുഴികളൊന്നും ഇല്ലാത്ത റോഡ്. അതും കോൺക്രീറ്റാണ്, താറല്ല, കോൺക്രീറ്റ് ചെയ്തിരിക്കുക. ചില സ്ഥലങ്ങളിലൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു സംഭവം കാണാൻ വേണ്ടി പോവാണ്. കാണിച്ചു തരാം. ഇവിടെ പണ്ട് ജപ്പാൻകാർ വന്നിട്ട് തായ്ലൻഡ് ഗവൺമെൻറ്റിനെ പറ്റിച്ച ഒരു സംഭവമാണ് കാണാൻ പോകുന്നത്. ആഹാ, ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ പാറയാണ് കേട്ടോ. അത് കേട്ടോ, പാറ മരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാട്ടുമരങ്ങളാണ്. എന്ത് വീതിയാന്ന് നോക്ക് ഈ റോഡ്. ഓ, നല്ല ഒരു, അതായത് നമ്മുടെ നാട്ടിലെ ഒരു 4 വരി പാതേൻ്റെ വലുപ്പമുണ്ട്. അങ്ങോട്ട് നോക്ക്. ഞാൻ കുറച്ച് ഉയരത്തിലാണ് നിൽക്കുന്നത്. കടൽ. ഇത് നോക്ക്, ഈ ലാൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ലാൻഡ് ഫോർ സെയിൽ. കോൺടാക്ട് നമ്പറൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പാറയാണ്. ഇവിടെ എന്താ, ഇവിടെ ഹട്ട് ഉണ്ടാക്കിയാൽ നല്ല രസമുണ്ടാവും. ഞാനിങ്ങനെ പലതും പറയും ഭ്രാന്തായിട്ട്. നിങ്ങൾ കണ്ടു നോക്കുക, വേണമെങ്കിൽ വരിക, അന്വേഷിക്കുക. ഇവിടെയൊക്കെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ വന്നിട്ട് ചെയ്യാം. അങ്ങോട്ട് കാണുന്നത് കടലുണ്ട്, അപ്പുറം ഞാൻ കാണുന്നത്. നിങ്ങളിവിടെ വരണം കേട്ടോ, ഞാൻ വെറുതെ പറയല്ല. വല്ലാത്ത രസമുള്ളൊരു സ്ഥലം. ആഹാ, ഈ റോഡിൻ്റെ വീതി നോക്കുക. മൈസൂർ ബാംഗ്ലൂർ റോഡ് പോലെ ഉണ്ട്. അതും കോൺക്രീറ്റ് ചെയ്തിട്ട്. ഇതൊരു ബീച്ചിലേക്ക് പോകുന്ന റോഡാണ്. പട്ടി, വേറൊരു പട്ടിക്കുട്ടി. ഇനിയുമുണ്ടൊരു ജന്മമെങ്കിൽ. ഇവിടെ ജനിക്കണമെന്നാ. ഇവിടെ ജനിച്ച ആൾക്കാരെല്ലാം ഭാഗ്യവാന്മാർ തന്നെ. എന്ത് രസമുള്ള സ്ഥലം. കേരളം ഭംഗിയില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. കേരളം നല്ല സ്ഥലം തന്നെയാണ്. പക്ഷേ കേരളത്തിനെ നമ്മൾ തന്നെ ആ ഭംഗിയെല്ലാം ഇല്ലാണ്ടാക്കി കളഞ്ഞു. നമ്മളെവിടെ പ്രകൃതിനെയും ഭംഗിനെയൊക്കെ കാത്തു സൂക്ഷിക്കുന്നത്? നമ്മുടെ നാട് സൂക്ഷിച്ചിട്ടുണ്ട്. എവിടെയൊന്നും വന്നിട്ടൊന്നും കാണേണ്ടി വരില്ല. ഞാൻ പറയുമ്പോൾ ചില ആൾക്കൊന്നും അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഞാൻ ഉള്ളത് തുറന്ന് പറയും. നമ്മുടെ നാടെന്താ എത്ര ഭംഗിയുള്ള സ്ഥലമാണ് കേരളം. അതിനെല്ലാവരും കൂടെ നശിപ്പിച്ചില്ലേ. ഇവിടെ കണ്ട, ഇവിടെ ഈ റോഡ് കഴിയാണ്. ഇവിടത്തേക്കാണ് ഇത്രയും ഇത്രയും വീതിയിൽ ഒരു കോൺക്രീറ്റിൻ്റെ റോഡ് ഉണ്ടാക്കിയിട്ട് ഇവിടെ വലിയൊരു പാർക്കിംഗ് ഏരിയ. ഇതെന്തിനാണ് അറിയാം, ടൂറിസ്റ്റുകളെല്ലാം വലിയ ബസ്സൊക്കെ ആയിട്ട് വരുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ബസ്സൊക്കെ പാർക്ക് ചെയ്ത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം. ഇവിടെ ആൾക്കാർ മീൻ പിടിക്കുന്നത് ഇത് കാരണം അത്രയും ആഴമുള്ള കടലാണിത്. ഇപ്പം നേരെ ഇറങ്ങുമ്പോൾ തന്നെ വലിയ ആഴത്തിലേക്ക് ഇറങ്ങുന്നത്. അവിടെ വലിയ വലിയ മീൻ കിട്ടും അത്രേ. അതുകൊണ്ടാണ് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കണ്ടോ ഒരു ക്യാമ്പിങ് പോലെയൊക്കെ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് നിർത്തി നിറയെ കുത്തി വെച്ചിട്ടുണ്ട്. ഫിഷിംഗ് റോഡ് ഇതുണ്ടോ, ഇവിടെയൊക്കെ നിറയെ കുത്തി വെച്ചതാണ്. 1 2 3 4 5 ഇവിടെ തന്നെ ഉണ്ട്. കിട്ടുന്ന മീനൊക്കെ നല്ല വലിയ വലിയ മീനായിരിക്കും അത്രേ, ചെറിയ മീനല്ല. അതുകൊണ്ട് തന്നെ സമയമെടുക്കും, പെട്ടെന്നൊന്നും കിട്ടില്ല. കിട്ടുന്നത് വലിയ മീനായിരിക്കും. ആഹാ, നമുക്കൊരു ദിവസം ഫിഷിങ്ങിന് പോകണം. എപ്പോൾ പോകണം എന്നുള്ളത് നോക്കാം. ഇതുണ്ട് നല്ല സംവിധാനമായിട്ട് ഐസ് ബോക്സും ഇതൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അദ്ദേഹം അവിടെ മീനിനെ കിട്ടി, അയാൾക്ക് മീനിനെ കിട്ടിയിട്ടുണ്ട്. വലിയ മീനാണല്ലോ.
നമുക്കൊന്ന് ഇറങ്ങി നോക്കാം അല്ലേ? കുറച്ച് റിസ്ക് പിടിച്ച പണിയാണ്. ചെറിയ മീനാണ് തോന്നുന്നു. Can I see? ഓ അത് ചെറിയൊരു മീനാ. അതിനപ്പം തന്നെ ക്ലീൻ ചെയ്തിട്ട് ഇവിടുന്ന് ചുട്ട് കഴിക്കാനുള്ള പരിപാടിയാണ് അത്ര. പൊളി. ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. അത് എന്തിനാണെന്നറിയോ? ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ ചെറിയ കുറേ ബോട്ടുകളൊക്കെ, കുറേ ചെറിയ ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്ത് കാണാൻ പറ്റും. അവിടെ അങ്ങ് അതിൻ്റെ ബാക്കിലായിട്ട് ഞാനിപ്പോൾ കാണിച്ചു തന്നൊരു മലയുണ്ട്. ആ മല ഫോർ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. മുമ്പ് അത് ഗവൺമെൻറ്റിൻ്റെതായിരുന്നു. അവിടുന്ന് ജപ്പാൻ കമ്പനി ഇഷ്ടംപോലെ പാറക്കല്ലുകൾ പൊട്ടിച്ചിട്ട് കൊണ്ടുപോയിരുന്നത്ര. അയൺ സ്റ്റോൺ എന്നാണ് അതിൻ്റെ പേര്. പ്രത്യേകതരം കല്ലാണ്. അതിൽ നിന്ന് എന്തൊക്കെയോ അവർ വേർതിരിച്ചെടുത്തിട്ട് ജപ്പാനിൽ കൊണ്ടുപോയിട്ട് വേർതിരിച്ചെടുക്കുമായിരുന്നു അത്ര. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ റോഡും ഇത്രയും വലിയൊരു പാർക്കിംഗ് ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചത്. ഇവിടെ നല്ല ആഴമുള്ളൊരു കടലാണിത്. ഇവിടെ കപ്പലുകളൊക്കെ വന്നിട്ട്, ചരക്ക് കപ്പലൊക്കെ വന്നിട്ട് ഈ കല്ലുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജപ്പാൻ കമ്പനി കണ്ടുപിടിച്ചൊരു സ്ഥലമാണിത്. ഇവിടെ വലിയ വലിയ ഷിപ്പുകൾക്ക് വന്ന് പാർക്ക് ചെയ്യാൻ പറ്റും. അത്രയും ആഴമുണ്ട് ഈ ഏരിയയിൽ. അപ്പോൾ അങ്ങനെ ഒരു കഥ, ഒരുപാട് വർഷം മുമ്പുള്ളൊരു കഥയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം നല്ല രസമില്ല കാണാൻ. ഈ കടലിന് ഭയങ്കര ആഴമുണ്ട്. ഇപ്പുറം ഇതാ ഇവിടെ ഇവിടെ ഷിപ്പ് വന്ന് പാർക്ക് ചെയ്യായിരുന്നു അത്രേ. അപ്പോൾ അന്ന് ജപ്പാൻ കമ്പനിക്കാർ അവിടെ വലിയ മലയായിരുന്നു അത്ര, പാറേൻ്റെ അതൊക്കെ ഇടിച്ച് പൊളിച്ച് കൊണ്ടുപോയി ഇപ്പോൾ പലരുടെയും പ്രോപ്പർട്ടി അതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പലരും. അവിടെയൊക്കെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് ഫോർ സെയിലാണ്. ഹട്ടൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നല്ല രസമുണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് ഈ ഇത്രയും വലിയൊരു പാർക്കിംഗ് ഏരിയ അവിടെ ഉണ്ടായി വന്നത്. ഇത്രയും നല്ല രസമുണ്ട് ഇവിടുന്ന് കാണാൻ. അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല സൂപ്പർ സ്ഥലം. ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. പിക്നിക്കിനൊക്കെ വരാൻ പറ്റിയ സ്ഥലം. വൈകുന്നേരങ്ങളിലൊക്കെ അവിടെയൊക്കെ ഇവിടെ വന്ന് നമുക്ക് ഇതേപോലെ കല്ലുകൊണ്ട് അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാം. ഇവിടെ കല്ലിൻ്റെ മേലെ വിറകൊക്കെ കത്തിച്ചിട്ട് ബാർബിക്യൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. ഇവിടെ അതേപോലെ ഒരാൾ വന്നിരിക്കുന്നുണ്ട്. ഗ്യാങ്ങുമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചുറ്റും ഇതേപോലെ പാറക്കല്ലുകൾ ഇട്ടിട്ടുണ്ട്. ഇയാളിവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക. 2 ചൂണ്ട അവിടെ ആ പാറക്കല്ലിൽ വെച്ചിട്ടുണ്ട്. He got fish? Not yet, he just came. Still not? അയാൾ കാറിൻ്റെ ഡിക്കിയിൽ അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. ഇവിടെ ഇപ്പോൾ കോഫി ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാം മീനിനെ കാത്തിട്ട്. അയാൾക്ക് ഒരു വലിയൊരു മീനിനെ കിട്ടി. ഇതുണ്ടോ, ഈ മീൻ എന്താ പറയുക, നാട്ടിലെ ഒരു കൊയലയാ, നല്ല വലിപ്പമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മുമ്പിൽ ഒരു നീണ്ട ഇതൊക്കെ ഉണ്ട്. കൊയല മീനിനെ പോലെയുണ്ട്, നല്ല വലിപ്പമുണ്ട്. ഇവിടുന്ന് കിട്ടുന്ന മീനൊക്കെ വലിയ മീനായിരിക്കും അത്ര. പക്ഷെ കുറച്ച് സമയം നമ്മൾ ഇരിക്കണം, കാരണം നല്ല ആഴക്കടലല്ല. അതുകൊണ്ടാണ് ഈ വലിയ വലിയ മീനൊക്കെ കിട്ടുന്നത്. പിന്നെ അയാൾ യൂസ് ചെയ്യുന്ന ഈ ചൂണ്ടക്കൊക്കെ ഉണ്ടല്ലോ, അതുണ്ടോ, നല്ല വലിപ്പമുണ്ട്. അതിന് തീറ്റയായിട്ട് കൊടുക്കുന്നത് തന്നെ അയലയാണ്ടോ, ഫ്രഷ് അയല. ഒരയല അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇവിടെ ഒരു കസേര ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചായ കാപ്പി കുടിച്ച് ഇതേപോലെയുള്ള വലിയ മീനിനെയും പിടിച്ച് കാങ് ദൂരെ മാറി നിൽക്കുകയാണ്. ഭയങ്കര പേടിയാണ് ആൾക്ക്. ഗോ നിയർ ബൈ. കാങ് പറയാണ് അവളുടെ ചെറുപ്പത്തിൽ അവളുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ ഇവിടെ വരുമായിരുന്നു അത്രേ. എന്നിട്ട് മീൻ പിടിക്കുമായിരുന്നു അത്ര. ഇതേപോലെ ഒരു 15 വയസ്സ് വരെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഈ ഐലൻഡിൽ. ഇപ്പോൾ കാങ് ജാപ്പാനിൽ സെറ്റിൽഡാണ്. കാങ് നല്ലൊരു സഞ്ചാരിയാണ്, യാത്രക്കാരിയാണ്.
ഒരുപാട് രാജ്യങ്ങളിൽ ഇങ്ങനെ സഞ്ചരിക്കും. ഇനി അയാൾക്ക് മീൻ കിട്ടുമോ എന്തോ. ഇവിടുന്ന് ഇതുണ്ടോ ഇങ്ങനെ ഇതൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ ഇങ്ങനെ കുറേ ചെറിയ ചെറിയ തോണികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വാടകയ്ക്ക് വിളിച്ചിട്ട് ഇതിൻ്റെ അടുത്ത് ചെറിയ ചെറിയ ഐലൻഡുകളുണ്ട്, ദ്വീപുകളുണ്ട്, അവിടേക്കൊക്കെ പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയത്. നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ. കുറേ ചെറു തോണികളും ഇത് ചെറു വഞ്ചി മീൻ പിടിക്കാനുള്ളത്. നല്ലൊരു അറ്റ്മോസ്ഫിയർ. ആഹാ, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ സമയം എടുത്ത് ട്രാവൽ ചെയ്യണം. പെട്ടെന്ന് പോയി ഒരു മോളും ഒരു കുന്നും ഒരു കടലും കാണിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ഗ്രാമങ്ങൾ തൊട്ടറിയണം. ബീച്ചിൽ പോയാൽ ബീച്ചിലുള്ള എല്ലാ തോണികളും വഞ്ചികളും ബോട്ടുകളൊക്കെ ചിത്രീകരിക്കണം. എന്നിട്ട് വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കുകയും ചെയ്യണം. അതിൻ്റെ അർത്ഥം ഞാൻ ഇപ്പോൾ വിശക്കുന്നുണ്ട്, എന്തെങ്കിലും പോയി കഴിക്കാം, നല്ല ലോക്കൽ ഫുഡ് കഴിക്കാം. കമോൺ ഗൈസ്, വാ നല്ലൊരു പാട്ടും പാടാം, വാ.